ഹായ് ഫ്രണ്ട്സ്. എന്തോ എങ്ങനെ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ ആണ്. പിന്നെ ഇവക്ക് ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. എല്ലാവർക്കും അറിയാം ഇതൊരു ചൈനീസ് ഫുഡ് ആണ് എന്നുള്ള കാര്യം. ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞാൽ മതി, എല്ലാം മഹാലക്ഷ്മി അമ്മ രുചിയോടെ ഉണ്ടാക്കി തരും. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം മറുത്തു. ടിപ്പിക്കൽ ആയിട്ടുള്ള ചൈനീസ് ഫുഡ് ആയിട്ടല്ല. അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കോ. എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ വെച്ചത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ല. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പീസായിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ചു വളർന്ന നല്ല മലയാളി കോഴിയാ. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. പിന്നെ തന്നെ ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. നമുക്കപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല ഫ്രൈ ചെയ്തുകൊണ്ട് വെക്കുകയാണ്. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. ചിക്കനാ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. കരിഞ്ഞ് നാശമായല്ലോ. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല മസാല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കണം. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടല്ലേ? അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞില്ല സാറേ. അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ്. അതെ, ആ കേടായ ചിക്കൻ എനിക്ക് ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം.